കിച്ചിക്കൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഹാലോ ആൽക്കീൻസ് ഹാലോ എറീൻസ് ചാപ്റ്ററിലെ ലെക്ചർ സീരീസ് ആണ്. ഈ സീരീസിൽ നമ്മൾ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ എറീൻസ്, അതായത് ക്ലാസ് 12 ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ കാണുന്നത് ഇത് ഹാലോ ആൽക്കീൻസ് ചാപ്റ്ററിൻ്റെ എല്ലാ പോർഷൻസും ഡിവൈഡ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റായിട്ട് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ബേസിക്സ് പഠിച്ചോ, നെയിമിംഗ് പഠിച്ചോ, ഐസോമറിസം പഠിച്ചോ, അതല്ലേ ഇപ്പം SN1 റിയാക്ഷൻ പഠിച്ചോ, KCM കണ്ടോ, AGCM കണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാലോ ആൽക്കീൻസ് നെയിമിംഗ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെ ഒരു ഹാലോ ആൽക്കീൻ നെയിം ചെയ്യാം, എന്തുവാണ് ഹാലോ ആൽക്കീൻ? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹാലോ ആൽക്കീൻ പേരിൽ തന്നെ ഉണ്ട്. ഹാലോജൻ, ഹാലോ എന്ന് വെച്ചാൽ ഹാലോജൻ, ആൽക്കീൻ എന്ന് വെച്ചാൽ ഹൈഡ്രോ കാർബൺ with only single bond. സിംഗിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽക്കീൻ എന്ന് പറയുന്നത്. ഹാലോ എന്ന് വെച്ചാൽ ഹാലോജൻ. ഹാലോജൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പ് 17 ഉണ്ടല്ലോ പീരിയോഡിക് ടേബിളിൽ, ആ ഗ്രൂപ്പിലെ എലിമെൻസിനെയാണ് നമ്മൾ ഹാലോജൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, അപ്പോൾ ആൽക്കീൻ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ, പ്ലസ് ഒരു ഹാലോജൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹാലോ ആൽക്കീൻ കിട്ടി. ഇതിന് വേറെ പേരുകളുണ്ട്. ഇതാണ് ആൽക്കൈൽ ഹാലൈഡ്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ആൽക്കീൻ്റെ എക്സാമ്പിളാണ് CH4. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഇതിലെല്ലാം സിംഗിൾ ബോണ്ടേ ഉള്ളൂ. ഇത് ഞാൻ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് വരച്ച് കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നു. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എന്താണിത്? ആൽക്കീനാണ്, ആൽക്കീൻ. ഇതിലോട്ടൊരു ഹാലജൻ, ഫോർ എക്സാമ്പിൾ Cl ആഡ് ചെയ്തു, അപ്പോൾ CH3Cl കിട്ടി. ഈ പാർട്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽക്കൈൽ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാലൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാർബണേ ഉള്ളൂ. പിന്നെ പേരെന്താണ്? മെത്ത് ആൽക്കൈല എന്നിട്ട് വൈലും കൂടെ ആഡ് ചെയ്യണം. Cl എന്താണ്? ക്ലോറൈഡ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് മീത്തൈൽ ക്ലോറൈഡ്. അപ്പോൾ മനസ്സിലായല്ലോ, ആൽക്കീന് ഹാലോജനും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ആൽക്കൈൽ ഹാലൈഡ് കിട്ടുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ ഹാലോ ആൽക്കീൻസ് എന്നും പറയുന്നത്. ജനറൽ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ശ്രദ്ധിക്കണം, CH4 ആയിരുന്നു, ഒരു ഹൈഡ്രജൻ മാറിയാണ് അതിൻ്റെ സ്ഥലത്ത് ആര് വന്ന്? ക്ലോറിൻ വന്നത്. ഓക്കെ അല്ലേ? ഇതാണ് എൻ്റെ ബേസിക് നെയിമിങ്. ഇതിൻ്റെ പേര് എങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? CH3 CH2 Cl. ഇത് ഹാലോ ആൽക്കീൻ ആണോ? ആണോ. ഇതെന്താണ്? ക്ലോറിനാണ്, ഹാലജനാണ്. ഇതെന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഇതെന്താണ്? ഹാലോ ആൽക്കീനാണ്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയാം. ഇതിൻ്റെ പേരെന്താണ്? 2 കാർബൺ വരുമ്പോൾ നമ്മൾ എത്ത് എന്നാണ് പറയാറുള്ളത്. എത്ത്. ഇത് ഹൈഡ്രോ കാർബണിൻ്റെ IUPAC നെയിമിങ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. Cl എന്താണ് പറയുന്നത്? ക്ലോറൈഡ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? ഈത്തൈൽ ക്ലോറൈഡ് എന്നായിരിക്കും. ഇതാണ് എൻ്റെ ബേസിക് നെയിമിങ്. ഇതുപോലെ എന്തൊരു കോമ്പൗണ്ട് വന്നാലും നിങ്ങൾക്കത് ഈസിയായിട്ട് നെയിം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ CH3 CH2 CH CH3 Cl. ഇതൊരു ഹാലോ ആൽക്കീൻ ആണോ? ആണ്. എങ്ങനെ? ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പാണ്, കാരണം കാർബണും ഹൈഡ്രജനും സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഇതൊരു ഹാലജനാണ്, അതുകൊണ്ട് ആൽക്കൈൽ ഹാലൈഡാണ്. ഇതിൻ്റെ പേരെന്തായിരിക്കും? 3 കാർബണാണ് ലോങ്ങസ്റ്റ് ചെയിനിലുള്ളത്, അതുകൊണ്ട് നമ്മളിതിനെ അതിൻ്റെ അടുത്ത് ആൽക്കൈൽ. എന്താണ്? ആൽക്കൈൽ. ഈ വൈയിൽ നമ്മളിവിടെ ആഡ് ചെയ്യണം പ്രൊപ്പൈൽ. Cl വരുമ്പോൾ എന്താണ്? ക്ലോറൈഡ്. ഇതിൻ്റെ പേരാണ് പ്രൊപ്പൈൽ ക്ലോറൈഡ്. അപ്പോൾ ഇങ്ങനത്തെ കോമൺ പേരൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് സ്പെഷ്യൽ നെയിമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അലൈലിക് ഹാലൈഡ്. Second, vinyl halide.
തേർഡ് ബെൻസൈലിക് ഹാലൈഡ്. അലൈലിക് ഹാലൈഡ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ തന്നെ ഇങ്ങനെ വരും. വിനൈലിക് ഹാലൈഡ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഇതുപോലെ വരും. ബെൻസൈലിക് ഹാലൈഡ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഉണ്ട് ഇതുപോലെ വരും. ഈ എക്സ് ഇട്ടിരിക്കുന്ന ഹാലൈഡ് ഗ്രൂപ്പാണ്. എക്സ് ഫ്ലൂറിൻ ആകാം, ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം, അയഡിൻ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഹാലൈഡ് ഗ്രൂപ്പ് ഒരു കാർബണോട് ജോയിൻ ചെയ്തിരിക്കുക. ആ കാർബണോട് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബണായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അലൈലിക് ഹാലൈഡ് എന്ന് പറയും. ഇത് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഈ അലൈലിക്കിൻ്റെ രണ്ടിൽ ഈ ഡബിൾ ബോണ്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറക്കത്തില്ല, കൺഫ്യൂസും ആകത്തില്ല. വിനൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇവിടെ. എന്നിട്ട് ഈ കാർബണിലാണ് ഹാലജൻ എന്ന് വെച്ചാൽ ഈ എക്സ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിനൈലിക് ഹാലൈഡ് എന്ന് പറയും. ഞാനിവിടെ ഒരു കാർബൺ കൂടെ വെച്ചിട്ട് ആ കാർബണിൽ എക്സ് ജോയിൻ ചെയ്തിരിക്കുകയായിരുന്നെങ്കിൽ തട്ടി ഇതായനെ, അലൈലിക് ഹാലൈഡ് ആയനെ. ഇത് വിനൈലിക് ഹാലൈഡാണ്, അതിന് മുകളിൽ കിടക്കുന്ന അലൈലിക് ഹാലൈഡാണ്. ബെൻസൈലിക് ഹാലൈഡ് എന്ന് പറയുമ്പോൾ ബെൻസീൻ റിംഗ് ഉണ്ട്, അതിലൊരു കാർബൺ ജോയിൻ്റ് ആണ്, അതിലൊരു ഹാലൈഡ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? ബെൻസൈലിക് ഹാലൈഡ് എന്ന് പറയും. അപ്പോൾ അതാണ് അലൈലിക് ഹാലൈഡ്, വിനൈലിക് ഹാലൈഡ്, ബെൻസൈലിക് ഹാലൈഡ്. ഈ പേര് അത്രയും കോമൺ അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടുത്താണ് ഐസോമെറിസം. CH3 CH2 CH2 Cl. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല കാർബൺ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 7 എണ്ണം ഉണ്ട്. ക്ലോറിൻ ഒറ്റ എണ്ണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല, ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. സപ്പോസ് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇപ്പോഴും ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. ഒന്ന് നോക്കിക്കേ, 3 കാർബണും 7 ഹൈഡ്രജനും 1 ക്ലോറിനുമാണ്. പക്ഷേ രണ്ടിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോമെറിസം എന്ന് പറയുന്നത്. ക്ലോറിൻ ഇവിടെയാണ്, ഇവിടെ ഉള്ളത് ഫസ്റ്റ് കാർബണിലാണ്, ഇവിടെ സെക്കൻഡ് കാർബണിലാണ് അല്ലേ. അപ്പോൾ ക്ലോറിൻ്റെ പൊസിഷൻ മാറുന്നതുകൊണ്ടാണ് സ്ട്രക്ചർ മാറുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പൊസിഷണൽ ഐസോമെറിസം എന്ന് പറയും. ഓക്കെ അല്ലേ? ഐസോമെറിസം എന്താണ്? മോളിക്കുലർ ഫോർമുല സെയിം ആണ്, സ്ട്രക്ചറിൽ വ്യത്യാസം വരും. ഇവിടെ ക്ലോറിൻ്റെ പൊസിഷൻ കാരണമാണ് സ്ട്രക്ചർ മാറുന്നത്, അതുകൊണ്ട് നമ്മളിതിനെ പൊസിഷണൽ ഐസോമെറിസം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട്. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? കാർബൺ എണ്ണണം, ഹൈഡ്രജൻ എണ്ണണം, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? അതാണ് നമ്മുടെ മോളിക്കുലർ ഫോർമുല. എന്നെ നോക്കിക്കേ, കാർബൺ എത്ര എണ്ണം ഉണ്ട്? ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? ക്ലോറിൻ എത്ര എണ്ണം ഉണ്ട്? കാർബൺ 4 എണ്ണം ഉണ്ട്, ഹൈഡ്രജൻ 6, 9 ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഒറ്റ എണ്ണേ ഉള്ളൂ. ഇവിടെ സെയിം അല്ലേ? കാർബൺ 4 ഉണ്ട്, ഹൈഡ്രജൻ 9 ഉണ്ട്, ക്ലോറിൻ 1 ആണ്. അപ്പോൾ ഇത് രണ്ടിലും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, സ്ട്രക്ചർ ഡിഫറൻസ് ഉണ്ട്. ക്ലോറിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്? ഇവിടെ ഈ കാർബണിലാണ്, ഇവിടെയും ആ കാർബൺ തന്നെയാണ്, അതായത് ഫസ്റ്റ് കാർബൺ എന്ന് പറയാം നമുക്ക്. പക്ഷേ കാർബണിൻ്റെ ലോങ്ങസ്റ്റ് ചെയിന് ഡിഫറൻസ് ഉണ്ട്. ഇവിടുത്തെ കാർബണിൻ്റെ ലോങ്ങസ്റ്റ് ചെയിൻ 4 കാർബണാണ്, ഇവിടെ 3 കാർബണാണ്. അപ്പോൾ ഇവിടെയും ഇതിനെ നമ്മൾ ഐസോമെറിസം തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കാർബണിൻ്റെ നമ്പർ ഓഫ് കാർബൺ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഐസോമെറിസം നടന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ചെയിൻ ഐസോമെറിസം എന്ന് പറയും. എന്ത്? ചെയിൻ ഐസോമെറിസം. മനസ്സിലായോ? ഇത് പൊസിഷനലൈസ്, ഇത് 4 കാർബണുള്ള ചെയിനാണ്, 3 കാർബണുള്ള ചെയിനാണ്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്, സ്ട്രക്ചർ ഡിഫറൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ചെയിൻ ഐസോമെറിസം എന്ന് പറയും. നേരത്തെ ക്ലോറിൻ്റെ പൊസിഷൻ മാറുമായിരുന്നു, ചെയിൻ സെയിം ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ പൊസിഷണൽ ഐസോമെറിസം എന്ന് പറയുന്നു. അടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ്. ഇത് R ഗ്രൂപ്പ്, ഇത് ആൽക്കൈലാണ്. ക്ലോറിൻ്റെ അവിടെ എക്സ് ചെയ്യുന്നു, ഹാലജൻ ക്ലോറിൻ്റെ സ്ഥലത്ത് ബ്രോമിൻ ആകാൻ ഫ്ലോറിൻ ആകാൻ എന്ത് വേണ്ടില്ല.
ഈ ഒരു കോമ്പൗണ്ട് സ്പ്ലിറ്റ് കഴിയുമ്പോൾ എന്താണ് വരുന്നത്? CH3 പ്ലസ് Cl. ചാർജ് എങ്ങനെ വരും? Cl-ന് മൈനസ് ചാർജ് വരും, ക്ലോറിന് പോസിറ്റീവ് ചാർജ് വരും. അതെങ്ങനെ മനസ്സിലായി? CH3Cl നടുക്കൊരു സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് 2 ഇലക്ട്രോൺ വെച്ചാണ് ഫോം ആയിരിക്കുന്നത്. ക്ലോറിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാർബണിനെക്കാട്ടും ഹൈ ആണ്. ക്ലോറിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാർബണിനെക്കാട്ടും ഹൈ ആണ്. അതെങ്ങനെ മനസ്സിലായി? പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ഇങ്ങനെയാണ്. കാർബൺ കഴിഞ്ഞിട്ടാണ് ക്ലോറിൻ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും. അതുകൊണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ക്ലോറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് കാർബൺ. ക്ലോറിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് ഈ 2 ഇലക്ട്രോൺസിന് ക്ലോറിൻ കുറച്ച് പുള്ള് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ആവുമ്പോൾ ഈ 2 ഇലക്ട്രോൺസിന് എടുത്തുകൊണ്ട് ക്ലോറിൻ പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പറയും ഹാലോജൻസ് ആർ ഗുഡ് ലീവിങ് ഗ്രൂപ്പ് എന്ന് പറയും. പെട്ടെന്ന് ബോണ്ടിലുള്ള 2 ഇലക്ട്രോൺസ് എടുത്തുകൊണ്ട് ലീവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ലീവിങ് ഗ്രൂപ്പ് എന്ന് പറയും. ഈ ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേ? ഇവിടെ എക്സ്ട്രാ ഇലക്ട്രോണുകൾ, ഈ ഇലക്ട്രോൺ ക്ലോറിൻ്റെയാണ്, ഈ ഇലക്ട്രോൺ CH3-യുടെയാണ്, ഈ കാർബണിൻ്റെയാണ്. ആ ഇലക്ട്രോൺസ് കൊണ്ട് ക്ലോറിൻ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ക്ലോറിന് നെഗറ്റീവ് ചാർജ് വരും. ആ നെഗറ്റീവാണ് കാണിച്ചിരിക്കുന്നത്. കാർബണിൻ്റെ ഒരു ഇലക്ട്രോൺ നഷ്ടം ഉണ്ടായല്ലോ, ആ നഷ്ടമാണ് ഈ പോസിറ്റീവ് വെച്ച് കാണിച്ചിരിക്കുന്നത്. എങ്ങനെ മനസ്സിലായല്ലോ? RX സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ Rന് ഒരു പോസിറ്റീവ് ചാർജും വരും, Xന് ഒരു നെഗറ്റീവ് ചാർജും വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഈ എക്സാമ്പിൾ നോക്കിക്കേ. CH3F, CH3Cl, CH3Br, CH3I. ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് കാർബണും ഫ്ലൂറിനുമാണ്. ഫ്ലൂറിൻ കാർബണിനെക്കാട്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. ബോണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പം ഫ്ലൂറിന് നെഗറ്റീവ് ചാർജ് വരും, കാർബണിന് പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്സ് ആണ് CH3 പോസിറ്റീവ് പ്ലസ് F മൈനസ്. ഈ ബോണ്ട് സ്പ്ലിറ്റ് ആവും. അതെന്താണ്? ഇവിടെ ക്ലോറിനാണ്, ഇവിടെ കാർബണാണ്. ക്ലോറിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാർബണിനെക്കാട്ടും കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? CH3 പോസിറ്റീവ് പ്ലസ് Cl മൈനസ്. ഇവിടുത്തെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. കാർബൺ ബോറോൺ ആണ്. ബോറോണിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാർബണായിട്ട് കൂടുതലാണ്. അതുകൊണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ CH3 പ്ലസ് Br മൈനസ് വരും. CH3I ആണ്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അയഡിന് എന്ത് ചാർജ് വരും? അയഡിന് നെഗറ്റീവ് ചാർജ് വരും. കാരണം അയഡിൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാർബണിനെക്കാട്ടും കൂടുതലാണ്. അത് ഹാലജൻ ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ വരും. ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ എബവ് ബ്രേക്സ് ഈസിലി? ഇതിൽ ഏതാണ് ഏറ്റവും എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യുന്നത്? ഇതിൻ്റെ ഓർഡർ വരുന്നത് 4 ആണ് ഏറ്റവും ഈസിലി ബ്രേക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 3, അത് കഴിഞ്ഞിട്ട് 2, അത് കഴിഞ്ഞിട്ട് 1. അതായത് ആൽക്കൈൽ അയോഡൈഡാണ് ഏറ്റവും പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ആൽക്കൈൽ ബ്രോമൈഡ്, അതിൽ ആൽക്കൈൽ ക്ലോറൈഡ്, ആൽക്കൈൽ ഫ്ലൂറൈഡ്. ഇതിൻ്റെ റീസൺ ആണ് അയോഡിനാണ് വരുന്നത്. ഇവിടെ അയോഡിൻ്റെ സൈസ് വലുതാണ് അല്ലേ? അയോഡിൻ്റെ സൈസ് ബ്രോമിനും ക്ലോറിനും ഫ്ലൂറിനെക്കാട്ടും വലുതാണ്. അതെങ്ങനെ മനസ്സിലായി? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഇങ്ങനെയല്ലേ ഗ്രൂപ്പ് താഴോട്ട് പോകുന്തോറും സൈസ് ഇൻക്രീസ് ചെയ്യും. ഫ്ലൂറിനായിട്ട് കുറവ് സൈസ്, അയോഡിനാണ് ഏറ്റവും വലിയ സൈസ്. അപ്പോൾ ഇവിടെ അയോഡിൻ്റെ സൈസ് വലുതായതുകൊണ്ട് ഈ ബോണ്ട് അത്ര സ്റ്റേബിൾ അല്ല, പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോകും. ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് അയൺസായിട്ട് ഫോം ചെയ്യും. അതുകൊണ്ടാണ് 4th, അതായത് ആൽക്കൈൽ അയോഡൈഡ് ഏറ്റവും ഈസിലി ബ്രേക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ വേറെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അതാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എനർജി ഏറ്റവും കുറവ് ആർക്കായിരിക്കും? അയോഡിനെ അല്ലായിരിക്കുമോ? ആൽക്കൈൽ അയോഡൈഡിനെ അല്ലായിരിക്കുമോ? കാരണം അയോഡിൻ്റെ സൈസ് വലുതായതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. എനർജി കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഏറ്റവും എനർജി കുറവ് കൊടുക്കേണ്ടി ആർക്കായിരിക്കും? അയോഡിനെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓർഡർ ഇങ്ങനെ വരും: 4 < 3 ഇങ്ങനെ വരും. 1 ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഉള്ളത്. ഈ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈസിലി ഏത് ബ്രേക്ക് ആവുന്നു? 4th 1 ആണ് ഏറ്റവും ഈസിലി ബ്രേക്ക് ആകുന്നത്. പിന്നെ 3rd, പിന്നെ 2nd, പിന്നെ 1st.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആൽക്കൈൽ ഗ്രൂപ്പ് എല്ലായിടത്തും സെയിം ആയിരുന്നു, ഹാലജൻ മാത്രമേ മാറുന്നുള്ളായിരുന്നു. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അവിടെ ഹാലജൻ സെയിം ആയിട്ട് വെക്കാം, ആൽക്കൈൽ ഗ്രൂപ്പ് മാറ്റാം. CH3 Cl, CH3 CH2Cl, CH3 CHCl, CH3 CH3 C, CH3 CH3 Cl. ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് അയൺസ് കിട്ടുമോ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ CH3 പോസിറ്റീവ് പ്ലസ് Cl മൈനസ് വരും. ഇവിടെ CH3 CH2 പ്ലസ് Cl മൈനസ് വരും. ഇവിടെ CH3 CH പ്ലസ് CH3 C പ്ലസ് Cl മൈനസ് വരും. ഇവിടെ എന്ത് വരും? CH3 C, CH3 CH3 പ്ലസ് Cl മൈനസ്, ഇങ്ങനെ വരും അല്ലേ. ഇവിടെ Cl എല്ലായിടത്തും വരുന്നുണ്ട്, ഈ അയോൺസിലാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഒരു കാർബണിൽ ഒരു കാർബൺ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ എന്താണ്, നമ്മൾ പ്രൈമറി കാർബൺ എന്ന് വിളിക്കും. ഈ കാർബണിൽ വേറെ 2 കാർബൺ ജോയിൻ ചെയ്തിട്ടുണ്ട്, അപ്പം നമ്മൾ ഇതിനെ സെക്കൻഡറി കാർബൺ എന്ന് പറയും. ഈ കാർബൺ വേറെ 2 കാർബണുമായിട്ട് ജോയിൻ ചെയ്തിട്ടിരിക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പറയും? സെക്കൻഡറി കാർബൺ. ഈ കാർബൺ ഇവിടെ 3 വേറെ കാർബണുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെന്ത് പറയും? നമ്മൾ ടെർഷ്യറി കാർബൺ എന്ന് പറയും. മനസ്സിലായോ? പ്രൈമറീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 1 യൂണിറ്റ് ആയിട്ട് ഇങ്ങനെ ഡിഗ്രി ഇട്ടാൽ മതി, 0. ഇതിനെ 2 യൂണിറ്റ് ഇട്ട് ഇവിടെ 0 ഇട്ടാൽ മതി, സെക്കൻഡറി. ടെർഷ്യറി 3 യൂണിറ്റ് ഇട്ട് ഇവിടെ 0 ഇട്ടാൽ മതി, ടെർഷ്യറി. ഇത് വെറും കാർബണാണ്, പ്രൈമറി അല്ല, സെക്കൻഡറി അല്ല, ടെർഷ്യറി അല്ല. ഇത് പ്രൈമറി കാർബൺ ആണെങ്കിൽ ഇത് പ്രൈമറി കാർബോ കെട്ടയോൺ അല്ലേ. കാർബോ കെട്ടയോൺ എന്ന് വെച്ചാൽ കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളപ്പോഴാണ് നമ്മൾ കാർബോ കെട്ടയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രൈമറി കാർബൺ ആണെങ്കിൽ ഇത് പ്രൈമറി കാർബോ കെട്ടയോൺ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് സെക്കൻഡറി കാർബോ കെട്ടയോൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് ടെർഷ്യറി കാർബോ കെട്ടയോൺ ആയിരിക്കും. മനസ്സിലായല്ലോ? പ്രൈമറി കാർബോ കെട്ടയോൺ, സെക്കൻഡറി കാർബോ കെട്ടയോൺ, ടെർഷ്യറി കാർബോ കെട്ടയോൺ. ടെർഷ്യറി കാർബോ കെട്ടയോണാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. എന്താണ്? ടെർഷ്യറി കാർബോ കെട്ടയോണാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി, അത് കഴിഞ്ഞിട്ടാണ് പ്രൈമറി, അത് കഴിഞ്ഞിട്ടാണ് വെറും CH3 പോസിറ്റീവ്. അതെങ്ങനെ മനസ്സിലാക്കാം? അത് മനസ്സിലാക്കാൻ ഇത്ര അറിഞ്ഞാൽ മതി. കാർബോ കെട്ടയോണിൻ്റെ സ്റ്റെബിലിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇതെന്തിനിത് അറിയണം എന്ന് ഞാൻ പറയാം. എന്താണ് ഇപ്പോൾ ആൽഫ ഹൈഡ്രജൻ? ഞാൻ ആൽഫ ഹൈഡ്രജൻ എന്താണെന്ന് നോക്കാം. ഈ എക്സാമ്പിൾ നോക്കൂ. പോസിറ്റീവ് ചാർജുള്ള കാർബണിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ. ആ കാർബണിലുള്ള ഹൈഡ്രജനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ആൽഫ ഹൈഡ്രജൻ. ഇവിടെ നോക്കാം, പോസിറ്റീവ് ചാർജുള്ള കാർബൺ ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണിനാണ് എന്ത് പറയുന്നത്? ആൽഫ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ആൽഫ കാർബണാണ്, ഇതും ആൽഫ കാർബണാണ് അല്ലേ. പോസിറ്റീവ് ചാർജുള്ള കാർബൺ ഇതാണ്, അത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കാർബണും ആൽഫ കാർബണാണ്. ഇതാണ് നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള കാർബൺ, അത് ജോയിൻ ചെയ്തിരിക്കുന്ന കാർബൺ, ഈ കാർബൺ, ഈ കാർബൺ, ഈ കാർബൺ, ഇത് 3 എന്താണ്? 3 ആൽഫ കാർബണാണ്. ആൽഫ കാർബണിൽ ജോയിൻ ചെയ്തിരിക്കുന്നതാണ് എന്ത്? ആൽഫ ഹൈഡ്രജൻ. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 3 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ അല്ലേ. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ, ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ, ഇവിടെ ടോട്ടൽ 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ ടോട്ടൽ 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. എവിടെയാണ് ആൽഫ ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ? ഇവിടെയല്ലേ. ഞാൻ എന്താണെന്ന് പറഞ്ഞിരുന്നത്? കാർബോ കെട്ടയോണിൻ്റെ സ്റ്റെബിലിറ്റി നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രജൻ ഇവിടെയാണല്ലോ, അതുകൊണ്ടാണ് ഈ കാറ്റയോണാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. അത് കഴിഞ്ഞിട്ട് സ്റ്റെബിലിറ്റി ഇതിനായിരിക്കും, കാരണം 6 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനായിരിക്കും 3 ഉണ്ട്. ഇതിന് ആൽഫ ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് തന്നെ ഏറ്റവും സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഇതെന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു? ഇവിടെ ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും സ്റ്റേബിളായിട്ട് ഫോം ചെയ്ത് ഇതല്ലേ.
വേറൊരു കളർ വെച്ച് ഞാൻ മാർക്ക് ചെയ്യാം. ഇതല്ല ഏറ്റവും സ്റ്റേബിളായിട്ട് ഫോം ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റ് സൈഡ്. അപ്പോൾ ഈ 4നെ ഞാൻ ഡിസോസിയേറ്റ് ചെയ്യിപ്പിക്കും. അതായത് കാറ്റോൺ ആനായിട്ട് ബ്രേക്ക് ചെയ്യിപ്പിക്കുവാണെങ്കിൽ ഏത് ഫാസ്റ്റായിട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആൻസർ ആലോചിച്ചിട്ട് വേണം. ഈ 4 എണ്ണം ഉണ്ട്, ഇതിനെ 4നെ ഞാൻ ഡിസോസിയേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ കാറ്റോൺ ആനായിട്ട് ബ്രേക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഏതിനായിരിക്കും ഏറ്റവും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇത്രയും നോക്കിയാൽ മതി. സി എല്ലായിടത്തും സെയിമാണ്. ഇതിനെ എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ വന്നിട്ട് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഡിപ്പെൻഡ് ചെയ്യും ആര് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമെന്ന്. ടെർഷ്യറി ക്ലോറൈഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും സ്റ്റേബിൾ കാർബോകേറ്റോൺ ഫോം ആകുന്നുണ്ട് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഇത് ഏറ്റവും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യത്തില്ലേ? കാരണം ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ പെട്ടെന്ന് സ്റ്റെബിലിറ്റി കിട്ടും. മനസ്സിലായോ? ഇത് ബ്രേക്ക് ചെയ്തിട്ട് വലിയ കാര്യമില്ല. CH3 വലിയ സ്റ്റെബിലിറ്റി ഒന്നുമില്ല, CH3 പോസിറ്റീവ് വലിയ സ്റ്റെബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ ഈ ടെർഷ്യറി ക്ലോറൈഡ് ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ കാര്യം പറയുമ്പോൾ ടെർഷ്യറി ക്ലോറൈഡ് ഏറ്റവും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. അപ്പോൾ അതിനാണ് ഏറ്റവും കുറവ് എനർജി വേണ്ടിയത്. അപ്പം ലീസ്റ്റ് എനർജി ആർക്കായിരിക്കും? ടെർഷ്യറി ക്ലോറൈഡിനായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കുറവ് വേണ്ടി ആർക്കാണ്? സെക്കൻഡറി ക്ലോറൈഡിനായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആർക്കാൻ വേണ്ടി? പ്രൈമറി ക്ലോറൈഡിനായിരിക്കും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ CH3Cl. മനസ്സിലായോ? എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്യിപ്പിക്കുവാണ്. ഇവിടെ Cl- എല്ലാത്തിലും വരുന്നുണ്ട്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്ട്സിനെയാണ്, ഈ 4 പ്രൊഡക്ട്സിനെ. ഏറ്റവും സ്റ്റേബിൾ ആര് ഫോം ചെയ്യും അവൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും അല്ലേ? ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ പെട്ടെന്ന് സ്റ്റെബിലിറ്റി കിട്ടും. ഇത് ബ്രേക്ക് ചെയ്തിട്ട് വലിയ സ്റ്റേബിളൊന്നും ആകാൻ പോകുന്നില്ല. അപ്പോൾ ഇതിന് ടെൻഡൻസി കാണും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്റ്റേബിൾ ആകാം. അപ്പോൾ ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. ടെർഷ്യറി ക്ലോറൈഡ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. അപ്പം ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഏറ്റവും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമെന്നെങ്കിൽ കുറച്ച് എനർജി കൊടുത്താൽ മതി, പെട്ടെന്ന് ബ്രേക്ക് ചെയ്തോളും. അതുകൊണ്ട് എനർജി ഏറ്റവും കുറവ് ബോണ്ട് അസോസിയേഷൻ എനർജി എന്ന് വെച്ചാൽ എത്ര എനർജി സപ്ലൈ ചെയ്താൽ അത് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ടെർഷ്യറി ക്ലോറൈഡിനായിരിക്കും ഏറ്റവും കുറവ് എനർജി വേണ്ടി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ CH3Cl. അപ്പോൾ ഇതാണ് ഇവിടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി, കാർബോകേറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി, നെയിമിങ്, ഐസോമറിസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്സ് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ കൊണ്ട് നമുക്ക് ഫസ്റ്റ് പാർട്ട് നിർത്താം. ബാക്കി അടുത്ത നമ്മുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും ഒക്കെ അടുത്ത വീഡിയോ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ള പാർട്സും കാണുക. അപ്പം കാണാം.